നമ്മള് തെക്കേക്കരയുടെയും വടക്കേക്കരയുടെയും സ്കിറ്റും പെർഫോമൻസും ഒക്കെ കണ്ടു കഴിഞ്ഞു. പൈസയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു കമ്മിറ്റി ഇവിടെ കൂടണം. ഒരു ചർച്ച ഇവിടെ ആവശ്യമാണ്. ചർച്ച നമ്മൾ എവിടുന്ന് തുടങ്ങണം? ഞാൻ വെച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ വെച്ചിട്ട് കുറെ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്നെ കുറെ കൂടി ലുക്ക് ആക്കാൻ പറ്റും. അതെനിക്ക് തോന്നണില്ല. അതിനൊക്കെ ഒരു പരിധിയില്ലേ? ചുമ്മാ നമ്മുടെ ടീമാണ്. എന്തിനാണ് തുടങ്ങിയപ്പോ തന്നെ നീ എന്റെ കൂടെ നിൽക്ക്. അന്ന് ഞാൻ മാറ്റി പറയാം. എന്നാ കുട്ടിയൊക്കെ സൂപ്പർ ആക്കാൻ പറ്റും വെച്ചിട്ട്. എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി ഉണ്ടല്ലോ. ഓൾറെഡി അവൻ സൂപ്പർ ആണല്ലോ. എന്തെങ്കിലും ആവട്ടെ. അല്ല, അതുപോലെ പല കാര്യങ്ങളും വെച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങളുടെ പഞ്ചായത്തിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാറ്റം, നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വെച്ചൊരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് പന്നിയെ കൊല്ലാനുള്ള ഒരു സംവിധാനമായിരിക്കും. യഥാർത്ഥത്തില് നമ്മളിത് പന്നിയെ കൊല്ലാൻ പറയുന്നെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് പന്നി കൊണ്ട്. ഒരുപാട് കൃഷിയായാലും അത് ശരിയാണ്. പിന്നെ ഒരുപാട് ബൈക്ക് യാത്രക്കാരൊക്കെ അപകടത്തിൽപ്പെടുന്നതൊക്കെ പന്നി കൊണ്ടാണ്. ചേട്ടാ, ഈ ചേച്ചി പ്രതിപക്ഷമാണോ? അത് എന്താ കാര്യം അറിയോ? പറയാനുണ്ടാ, ഏത് ജീവിയെയും കൊല്ലുന്നത് തെറ്റാണ്. ആദ്യം അപേക്ഷ കൊടുത്ത മെമ്പറാ പന്നിയെ കൊല്ലണമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ പറയുമ്പോ അവര് കൊടുത്തല്ലേ, നിങ്ങളാണോ പറഞ്ഞത്? അപ്പൊ ഞങ്ങൾക്ക് പ്രതിരോധിക്കാം. പന്നിയെ സംരക്ഷിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ കൃഷിയൊക്കെ നശിപ്പിക്കല്ലേ? ഏത് ജീവിയെ കൊല്ലുന്നതും തെറ്റല്ലേ? നമ്മൾ കൊല്ലണമെന്ന് പറയുന്നത് പന്നിയെ നമ്മുടെ എക്കോ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. അത് പൂർണ്ണമായി നശിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കൊന്നാ പാവം തിന്നാ തീരുമെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ കൊന്നിട്ട് തിന്നാം. അതായത് രമണ, ചേച്ചി ഉദ്ദേശിച്ചത് പന്നിയെ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ എക്കോ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ആ കൊല്ലാണെങ്കിലും കൊന്നാ പാവം തിന്നാ തിന്നോ. അതെ, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കണം. അതെന്താണ് തെറ്റ്? അതെന്താണെന്നറിയോ? ചേച്ചി അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ പ്രൊഡക്ഷനിൽ അവരവിടെ നിന്ന് ചേച്ചി ഉച്ചയ്ക്ക് പോർക്കാം. ചേച്ചി പറയുമ്പോ ഉപയോഗമില്ലാതെ പോകണ്ട, അത് മനുഷ്യർക്ക് ഭക്ഷണം ആയിക്കോട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതൊരു തമാശയുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഇത് തമാശ രീതിയിൽ അങ്ങ് എടുത്തിരിക്കുന്നു. മാത്രമേ ഉള്ളൂ. ഗംഭീരായിരുന്നു. പക്ഷെ മിക്കവാറും ഫോറസ്റ്റിൽ നിന്ന് കേസ് വരും. അതെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഫേസ് ചെയ്യാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൂട്ടത്തില് ഒരു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതാരാ? ഇപ്പം ചേച്ചിയുടെ പേരെങ്ങനെയാ? ടീച്ചറിന്റെ പേര്, മാമിന്റെ പേര്? എന്റെ പേര് കർമ്മല കുസുമം. കർമ്മല കുസുമം. ഹസ്ബൻഡ് എന്താ വിളിക്കണേ? ഹസ്ബൻഡ് വിളിക്കുന്നത് സത്യം പറയണേ, ഷീല എന്നാ വിളിക്കുന്നത്. എനിക്ക് വീട്ടിൽ ഷീല എന്നൊരു പേരുണ്ട്. അത് നല്ല പേരാ. നല്ല പേരാ. അപ്പൊ എന്തായാലും ഷീല മാമിനോട് എന്റെ ഒരു ചോദ്യം. ഇതിപ്പോ ഒരു ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കാം. ഇവിടെ എന്തായാലും പഠിപ്പിച്ച ഒരാളുണ്ടാവും, ഒരു ബാക്ക് ബെഞ്ചർ ഉണ്ടാവും, ഒരു ഉഴപ്പൻ അല്ലെങ്കിൽ ഒരു ഉഴപ്പി ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ചെയ്യുന്ന ഒരാളുണ്ടാവും, സ്പോർട്സിൽ ഒരാളുണ്ടാവും എന്ന് പറയുന്നത് നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് അങ്ങ് സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആരെയൊക്കെ സെലക്ട് ചെയ്യും? ആദ്യം നമുക്കൊരു പഠിപ്പിസ്റ്റ്, എല്ലാത്തിനും മിടുക്കൈ അല്ലെങ്കിൽ മിടുക്കൻ എന്നുള്ള രീതിയിൽ. അത് ഞാൻ തന്നെയാണ്. ഇവിടെയുള്ള പഠിപ്പിസ്റ്റ് ഞാൻ നോക്കും. നമ്മുടെ വിജയകുമാരി ചേച്ചി. വിജയകുമാരി ചേച്ചി. വിജയകുമാരി ചേച്ചി അടിപൊളി. ഓക്കെ. ആൻഡ് ഈ പറഞ്ഞ ബാക്ക് ബെഞ്ചർ കണ്ടറിയാതെ ആ ചേട്ടൻ നോക്കണേ. ഷീബ മെമ്പർ. ഷീബ അനി. ഷീബ ചേച്ചിനെ പറയാൻ റീസൺ എന്നാ? കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എല്ലാം അറിയാം. ഇപ്പൊ അത് കാരണം ബാക്ക് ബെഞ്ചിൽ ഇരുന്നാ മതി. അങ്ങനെ ഓൾറെഡി ഒരു പഠിപ്പിച്ച സ്ഥാനം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. സ്പോർട്സിൽ നമുക്ക് ഒരു കുട്ടിയെ വിടാം. അതാരെ വിടാം? നമുക്ക് ജെയിൻ ജോബിക്ക് കൊടുക്കാം. ജെയിൻ ജോബി. ഏത് ഐറ്റം? ഓട്ടം, വോളിബോൾ. വോളിബോൾ പ്ലെയർ ആണോ? ആണ്. നൈസ്. എന്തായാലും നിങ്ങൾ എല്ലാരും കിടിലാണ്. ഞങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പഞ്ചായത്തും കിടിലാണ്, നിങ്ങളുടെ വൈബും കിടിലാണ്. ഒന്നിനൊന്ന് എല്ലാരും സൂപ്പറാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ പഞ്ചായത്തിലെ ഇനിയും ആൾക്കാരെയും കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ചിരിച്ച് കളിച്ച് ഫണ്ണാക്കി മുന്നോട്ടേക്ക് പോകണം. ഓക്കെ പ്രമാണി? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കമ്മിറ്റി നമുക്ക് പിരിച്ചുവിടാൻ ഓളത്തിലോ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്. ചേച്ചി, എന്നത്തെ പോലെ ഇന്നും നമുക്ക് അറിയണം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരാണ്?
ആരൊക്കെയാണ് രണ്ടുപേരും അയ്യോ മണിയടിക്കല്ലേ Okay. Cutie the hand wash ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ആരാ? രണ്ട് കരക്കാറുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ? രണ്ടുപേർക്കും നമുക്ക് കൊടുക്കാം. നമുക്കാണ്, അതായത് നമുക്കെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്ന നമ്മുടെ ഏഴംകുളം പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് വൈസ് പ്രസിഡന്റ്. Please come. Cutie the hand wash ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിയ ഏഴംകുളം പഞ്ചായത്ത് മെമ്പേഴ്സിനാണ്. താങ്ക് യു സോ മച്ച്. ചേച്ചി നൽകിക്കോ. ബൈ. ഹാപ്പിയായി, എല്ലാരും ഹാപ്പി. അതിന് മുമ്പ് ഞാൻ ടീച്ചറിനോട് ചോദിക്കട്ടെ, പിള്ളേരെല്ലാരും അടിപൊളിയല്ലായിരുന്നോ ടീച്ചറെ? പിള്ളേരെല്ലാം സൂപ്പറായിരുന്നു. വളരെ സന്തോഷം. വളരെ എല്ലാരെയും ടി വിയിലൂടെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെ ഈ സ്റ്റേജിൽ വരെ ഇവിടെ എത്തിച്ച ഞങ്ങളുടെ കലാകാരി 1-ാം വാർഡ് മെമ്പർ, ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളെ രാധിക, ഞങ്ങളുടെ സ്നേഹനിധിയായ രാധിക ഇവിടെ ഞങ്ങളെ എത്തിച്ചതിലും ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ എത്താൻ സാധിച്ചതിലും ഞങ്ങളുടെ പഞ്ചായത്തിനെ ലോകമെമ്പാടും അറിയപ്പെടാനും സാധിച്ചതിലും ഞങ്ങളെ ഇവിടെ എത്തിച്ചതിലും വളരെ സന്തോഷം. കോമഡി മാസ്റ്റേഴ്സിന് വളരെ സന്തോഷം. ഫസ്റ്റ് റാങ്കർ കൊണ്ടുപോയി. നിങ്ങളെ പോലെ ഞങ്ങളെല്ലാം ഓരോരോ കലാകാരന്മാരാണ്, കലാകാരികളാണ്. ഞങ്ങളെല്ലാം വളരെ സന്തോഷം. ആ പാട്ടില് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? കേക്കട്ടെ, പാട്ട് കേക്കട്ടെ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആടിയ ദിവ്യാനുരാഗിലമാം രാസ ക്രീഡാ കഥയിലെ നായികേ. ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഞെട്ടിച്ചു. ഫസ്റ്റ് റാങ്കർ വെറുതെ ആണോ കൊടുത്തത്? ഓൾ റൗണ്ടർ ആണ്, കിടുക്കി കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നമുക്കൊക്കെ കണ്ടുമുട്ടാം. നമ്മൾ ബൈ പറഞ്ഞു പോവാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒരു റിമൈൻഡർ ചേച്ചി, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ബൈ.